Students, next portion. നമ്മൾ ഒരു particular element consider ചെയ്യുമ്പോൾ you know that elements they have different isotopes. അതുകൊണ്ട് തന്നെ അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ആറ്റത്തിൻ്റെ മാസ് പറയാൻ പറ്റാതെ വരും. ഫോർ എക്സാമ്പിൾ, when we are coming to ക്ലോറിനിലേക്ക് വരുമ്പോൾ, that is one of the best example. Chlorine has mainly two isotopes. രണ്ട് isotopes ആണുള്ളത്. Chlorine with a mass number 35 and chlorine with a mass number 37. 35ഉം 37ഉം മാസ് നമ്പർ ആയിട്ടുള്ള രണ്ട് ഐസോടോപ്സ് ആണ് ക്ലോറിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ ക്ലോറിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ പറയുമ്പോൾ, മാസിന് നമുക്കറിയാം ഒരു പരിധിവരെ ഈസി ആയിട്ട് നമ്മൾ മാസ് നമ്പർ അങ്ങ് അറ്റോമിക് മാസ്സായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് AMU ആണെന്നറിയാം, അറ്റോമിക് മാസ് യൂണിറ്റ് ആണെന്നറിയാം. അറ്റോമിക് മാസ് യൂണിറ്റ് എങ്ങനെ വന്നു എന്നറിയാം. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദി 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അതായത് കാർബൺ 12നെ 12 പീസാക്കിയാൽ അതിൻ്റെ ഒരു പീസിന് എത്ര മാസ് ഉണ്ടോ ആ മാസിനെയാണ് നമ്മൾ ഒരു AMU എന്ന് പറയുന്നത്. ഇനി ഒരു AMU എന്ന് പറയുന്നത്, ആൻഡ് യു നോ ദാറ്റ് 1 AMU ഈസ് ഈക്വൽ ടു 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാംസ് ആണ്. അതായത് ഒരു1 AMU എന്ന് പറഞ്ഞാൽ അതിന് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1.6605 ഒക്കെ ഉണ്ട് കൂടെ, എന്നാലും 1.66 ഫോർ കാൽക്കുലേഷൻ. 1.66 ഇൻറ്റു 10⁻24 ഗ്രാംസ്, അത്രയും ഗ്രാംസ് ആണ് ഒരു AMU എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, മാസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു എലമെൻറ്റിൻ്റെ മാസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഐസോടോപ്സിൻ്റെ പെർസെൻറ്റേജ് അവൈലബിലിറ്റി കൂടെ നമ്മൾ നോക്കണം. പെർസെൻറ്റേജ് അവൈലബിലിറ്റി. ഫോർ എക്സാമ്പിൾ, വെൻ വി ആർ കമ്മിങ് ടു ക്ലോറിൻ, ഐ ടോൾഡ് യു ദർ ആർ 2 ഐസോടോപ്സ്. ഏതൊക്കെയാണ്? Cl35ഉം Cl37ഉം. ആൻഡ് 35's availability composition, that means percentage availability is 75%. അതായത് മൊത്തം ഈ വേൾഡിൽ കിട്ടുന്ന, യൂണിവേഴ്സിൽ കിട്ടുന്ന ക്ലോറിനിൽ മൊത്തം ഐസോടോപ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ 35ന് 75%ഉം 37 25%ഉം കിട്ടും. 37 25%ഉം കിട്ടും. സോ വെൻ വി ആർ കാൽക്കുലേറ്റിംഗ് ദി അറ്റോമിക് മാസ്, യു ഹാവ് ടു കൺസിഡർ ദി ആവറേജ് അറ്റോമിക് മാസ്. നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യണം? ആവറേജ് അറ്റോമിക് മാസ് കൺസിഡർ ചെയ്യണം. ആവറേജ് അറ്റോമിക് മാസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഐ ടോൾഡ് യു ദാറ്റ് ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ ഈസ് ഈക്വൽ ടു 35 ഉള്ളത് 75% ആണ്. സോ 35 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 35 ഇൻറ്റു അടുത്തത് എത്രയാണ്? 37 ആണ്. 37 ഉള്ളത് 25 ആണ്. അപ്പോൾ 37 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 35.5 AMU. 35.5 AMU എന്ന് നമുക്ക് കിട്ടും. ആ AMUനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 35.5 ഇൻറ്റു 1.66 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 10⁻⁻24 നോക്കിയാൽ അത് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് വേണമെങ്കിൽ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 10⁻⁻3. 10⁻⁻3 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി കിലോഗ്രാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. അത് പരീക്ഷ എൻട്രൻസ്, ഞാൻ നേരത്തെ എൻട്രൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്ക് പോവുക. ഇതിന് ഇന്ന ചോദ്യങ്ങൾ, ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ രീതിയൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളിന് അയാളുടേതായ ഒരു മാനസിക അവസ്ഥയ്ക്കനുസരിച്ചാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ കോൺസെപ്റ്റ്സ് കുറേ ഉണ്ടാവാം. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, 2019 നീറ്റിൽ ഫിസിക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ആൽഫ പാർട്ടിക്കിളിൽ എത്ര പ്രോട്ടോൺസ് ആണ്, എത്ര ന്യൂട്രോൺസ് ആണ്. അത്രയും സിമ്പിളായ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കില്ല, എല്ലാം ന്യൂമറിക്കൽസ് ആയിരിക്കും എന്നുള്ളൊരു സമീപനം വേണ്ട. സോ ദാറ്റ് ഈസ് വൈ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയാണ് നമ്മൾ എടുക്കുന്നത്. ഐസോടോപ്സ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഐസോടോപ്സ് എന്താണെന്ന് നമ്മളറിയാം. എന്താണ് ഐസോടോപ്സ്? ദേ ആർ different atoms of same element, having
സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. അതായത് അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട് ഐസോടോപ്സ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ആൻസർ പറയും. എന്താ? ഒരേ എലമെൻറ്റിൻ്റെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങൾ നമ്മൾ എടുത്താൽ അതിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം വേറെ വരാം. ഹൈഡ്രജനെ സംബന്ധിച്ച് 3 ഐസോടോപ്സാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പോൾ അതിൽ പ്രോട്ടിയത്തിൻ്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ല. അതുകൊണ്ട് നമ്മൾ പറയും സിംപിളസ്റ്റ് ആറ്റമാണ് പ്രോട്ടിയം. ഹൈഡ്രജൻ അതിൽ പ്രത്യേകിച്ച് പ്രോട്ടിയം ഐസോടോപ്സ്. ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ ഉണ്ട്. ട്രിഷ്യത്തിനകത്ത് 2 ന്യൂട്രോണാണുള്ളത്. അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുന്നതാണ് എന്തിന് കാരണം? ഐസോടോപ്സ് ഉണ്ടാകാനുള്ള കാരണം എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കുക. സോ ഇനി അതുകൊണ്ട് തന്നെ ഈ ഐസോടോപ്സ് ഉള്ളത് കൊണ്ട് ഹൈഡ്രജൻ്റെ AMUയിലുള്ള മാസ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സാക്റ്റ് 1 അല്ല. കാൽക്കുലേഷനിൽ നമ്മൾ 1 എടുക്കുമെങ്കിലും എക്സാക്റ്റ് വരുന്നത് 1.02 ആണ്. കാരണം ആവറേജ് ആയിട്ടുള്ള അവൈലബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായി നമ്മൾ പോകേണ്ടത് മോളിക്കുലാർ മാസിലേക്കാണ്. മോളിക്കുലാർ മാസ് നമുക്കറിയാം പ്രധാനമായിട്ടും 2 രീതിയിലുള്ള കോമ്പൗണ്ട്സ് ആണുള്ളത്. കൊവാലൻ കോമ്പൗണ്ട്സും അതുപോലെ തന്നെ അയണിക് സോളിഡ്സും അല്ലെങ്കിൽ അയണിക് കോമ്പൗണ്ട്സും ആണുള്ളത്. കൊവാലൻറ്റിൽ നമുക്കറിയാം എക്സാക്റ്റ് ആയിട്ടൊരു മോളിക്യൂൾ ബൈ മോളിക്യൂൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓക്സിജൻ എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ 2 ഓക്സിജൻ ആറ്റംസ് എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നു. എക്സാക്ട്ലി ഒരു മോളിക്യൂളാണ് അവിടെ. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്ര ആറ്റങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടോ ആ ആറ്റങ്ങളുടെ അറ്റോമിക് മാസുകൾ അങ്ങ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂൾ H2O എന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താ പ്രത്യേകത? 2 ഹൈഡ്രജൻ ആകുമ്പോൾ നമ്മൾ പറയും 1.02 ആണ് എക്സാക്റ്റ് കാൽക്കുലേഷൻ. ഫോർ ദി ഈസിനെസ് നമ്മളെപ്പോഴും 1 എടുക്കാറുള്ളൂ. സോ 2 into 1, 2 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ്റെ എത്രയാണ്? 16. സോ ദി മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 18 AMU ആണ്. 18 AMU. ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് ഗ്രാമിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു 18 നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1.66 into 10⁻⁻24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? You will get the weight of this water in grams. ഗ്രാംസിലുള്ള എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഫോമുല മാസ് ആണ്. ഈ ഫോമുല മാസ് എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സാധാരണയായിട്ട് നമ്മൾ അയണിക് ക്രിസ്റ്റൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ് അല്ല അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു ക്ലോറിനുമായിട്ട് ചേർന്ന് NaCl എന്ന് അത് നമ്മൾ പറയുന്നതാണ്. ആക്ച്വലി നമ്മൾ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാര്യം നമ്മളൊരു സോൾട്ട് സ്റ്റേറ്റ് പഠിച്ചു. NaCl ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഈച്ച് Na+ is surrounded by chloride അല്ലേ, more than 1 chloride ions and each chlorine is surrounded by more than 1. സോ ഇവർ രണ്ടുപേരും കൂടെ അവരുടെ കോർഡിനേഷൻ നമ്പർ എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞത്. ഈച്ച് Na+ is surrounded by 6 Cl- ions and each Cl- ion is surrounded by 6 Na+. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അതിൻ്റെ റേഷ്യോ എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു 6:6, അതായത് 1:1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? NaCl. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ മോളിക്കുലാർ ഫോമുല പറഞ്ഞത്. ആക്ച്വൽ ഫോമുല അല്ലത്. കാരണം കോമ്പൗണ്ട് ക്രിസ്റ്റലിനകത്ത് ഒരു Na+ ഒരു Cl ചേർന്നിരിക്കുകയല്ല. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ ഫോമുലയുടെ മാസാണ്, ഫോമുല മാസാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ് ആണെങ്കിൽ മോളിക്കുലാർ മാസ് ഉപയോഗിക്കാം. ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ് അല്ല എങ്കിൽ നമ്മൾ എന്തോന്ന് ഉപയോഗിക്കേണ്ടി വരും? ഫോമുല മാസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സോഡിയം ക്ലോറൈഡിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? യു നോ ദാറ്റ് സോഡിയത്തിൻ്റെ 23 ആണ്, ക്ലോറിൻ്റെ 35.5 ആണ് നേരത്തെ ഞാൻ പറഞ്ഞു. സോ 23 + 35.5 58.5 AMU. അതൊരു മോളിക്യൂളാണ്. അതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 58.5 into 1.66 into 10⁻⁻24 grams എന്നുള്ള വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. ഇതിനെ കിട്ടിയല്ലോ. ഇനി അടുത്ത കോൺസെപ്റ്റ് മോളാർ കോൺസെപ്റ്റ് ആണ്. നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണിത്. മോൾ കോൺസെപ്റ്റ്, മോളാർ മാസ്, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. മോളാർ മാസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് മോൾ കോൺസെപ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയി തന്നെ നമ്മൾ പറഞ്ഞാൽ ഒരു മോൾ സബ്സ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടോ, അതാണൊരു മോൾ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 1 മോൾ എന്ന് പറയും. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് 1 മോൾ. അതിനെയാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയുന്നത്. ഈ ഒരു മോൾ എങ്ങനെ അപ്പോൾ നമുക്ക് പറയണം ഒരു മോൾ വാട്ടറിൻ്റെ വെയിറ്റ് എത്ര എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഒരു മോൾ വാട്ടറിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ വെയിറ്റ് നമുക്കറിയാം. എത്രയാണ്? 18 AMU. 18 AMU, ശരിയാണല്ലോ, 18 AMU. ഓക്കെ, ഇനി ഒരു AMU എത്ര ഗ്രാമാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.66 ഇൻറ്റു 10⁻24 അല്ലേ? ശരിയാണല്ലോ. ഇത് രണ്ടും കൂടി നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അതായത് ഒരു മോൾ വാട്ടറിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 അത്രയും മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? ഒരു മോളിക്യൂൾ വാട്ടറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 18 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻24. ഒരു മോൾ വാട്ടറിൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അതിൻ്റെ വെയിറ്റ് ഇതായിരിക്കും. 6.022 ഇൻറ്റു 1.66 മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 10 എന്ന വാല്യൂ കിട്ടും. മൾട്ടിപ്ലൈ നോക്കിയേ, 6 എത്ര കിട്ടും? 10. അപ്പോൾ എന്ത് കിട്ടുന്നു? 10 ഇൻറ്റു 10⁻23 ഇൻറ്റു 10⁻24 ഇൻറ്റു 80. ശരിയാണല്ലോ. അത്രയും ഗ്രാംസ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10⁻23 എന്ന് പറഞ്ഞാൽ 10⁻24. 10⁻24 10⁻24 കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. 1 ഇൻറ്റു 18 എന്ന് പറയുന്നത് 18. അപ്പോൾ 18 ഗ്രാമാണ് ഒരു മോള് വാട്ടറിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ മാസ് ഈസ് ദി മാസ് ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ മാസ് ഓഫ് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസിൻ്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ മോളാർ മാസിനും മോളിക്കുലാർ മാസിനും തമ്മിലൊരു ബന്ധം നമ്മൾ കണ്ടു. എന്താ? മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ മാസ്, മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിൻ്റെ മാസ്. ഒരു മോളിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസിൻ്റെ മാസ്. ശരിയാണല്ലോ. ഒരു മോളിക്യൂളിൻ്റെ മാസ് എത്ര വന്നു? 18 AMU. ഒരു മോളിൻ്റെ മാസ് എത്ര വന്നു? 18 ഗ്രാം. ഇപ്പം ഇവിടെ രണ്ടിൻ്റെയും പ്രത്യേകത എന്താ? മോളിക്കുലാർ മാസിനെ AMU പറയുന്നതിന് പകരം ഗ്രാമിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ നമുക്ക് എന്തോന്ന് കിട്ടും? ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസ് കിട്ടും. ഇത് ഞാൻ പറഞ്ഞത് വാട്ടറിൻ്റെ കേസാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, സോഡിയം ക്ലോറൈഡ് ഒരു മോളിൻ്റെ മാസ് എത്ര? ഒരു മോൾ സോഡിയം ക്ലോറൈഡിൻ്റെ മാസ് എത്ര? 2 മാർഗങ്ങളാണ് ഉള്ളത്. എന്താ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു ഒരു മോളിക്യൂൾ സോഡിയം ക്ലോറൈഡിന്റെ മാസ് എങ്ങനെയാ? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് 23 പ്ലസ് 35.5 എന്ന് പറഞ്ഞാൽ 58.5 അല്ലേ? 58.5 AMU. അതിനെ ഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ എത്ര കിട്ടും? 58.5 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻24 അല്ലേ? കാൽക്കുലേഷൻസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാം യു വിൽ ഗെറ്റ് 58.5 ഗ്രാംസ്. 58.5 ഗ്രാംസ് എന്ന് പറയുന്ന ഒരു എക്സാക്റ്റ് വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്താൽ പോരെ, ഒരു മോഡ് സോഡിയം ക്ലോറൈഡിൻ്റെ മോളാർ മാസ് എത്ര? 58.5. കാര്യം മോളിക്കുലർ മാസ് നമുക്കറിയാം. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കണ്ടുപിടിക്കണം. എങ്ങനെയാ? സോഡിയം ഹൈഡ്രോക്സൈഡ് Na23 അല്ലേ? ഓക്സിജൻ എത്രയാ? 16. 23 പ്ലസ് 16 എത്രയാ? 39 പ്ലസ് ഹൈഡ്രജൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണല്ലോ. അപ്പോൾ എത്ര കിട്ടി? 40. അപ്പോൾ 40 ഗ്രാംസ് ഉണ്ടെങ്കിൽ ഒരു മോൾ ഓഫ് എന്തോന്നായി? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മാസായി അല്ലേ? ഇത് 2 രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം നമ്മളടുത്ത് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും, 100 gram, how many
moles are present in 100 gram of sodium hydroxide. Sodium hydroxide in 100 ഗ്രാമിൽ എത്ര മോളുണ്ട് എന്ന് നമ്മളോട് ചോദിക്കുന്നു. എന്താ പ്രശ്നം? ഒരു മോളിന്റെ മാസ് നമുക്കറിയാലോ, എത്രയാ? 40യാ. അപ്പോൾ 100 ഗ്രാമിൽ എത്രയെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് ഇൻ 100 grams is equal to 100 divided by 40 എന്ന് പറഞ്ഞാൽ given weight divided by molar mass. Given weight divided by molar mass. 100 by 40 will give you 2.5 moles. 2.5 moles. അപ്പോൾ വേണമെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം. 100 ഗ്രാമിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? നമ്മൾ ആദ്യമേ എന്തോന്ന് കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 2.5 ഉണ്ട് അല്ലേ? 2.5 ഉണ്ടെങ്കിൽ ആ ഓരോ മോളിന്റെ കൂടെയും ഒരു മോളിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് നമുക്കറിയാം. എത്രയുണ്ട്? 6.022 into 10⁻23 ആണല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 100 gram ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എത്രയാ? 2.5 into 6.022 into 10⁻23. Shall you get me? സംഭവം മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വളരെ കാര്യമായി ഈ മോളാർ മാസിൽ ചെയ്യാനുണ്ട്. ഇതൊരു വലിയ പോർഷനാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കൊണ്ട് ഈ ചാപ്റ്റർ തീരും. ഓക്കെ, ശരി.